വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഉലുവയില കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഉലുവയില നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമുക്ക് വീട്ടിലും ഇത് ഉലുവ നട്ടാൽ നമുക്കിതുപോലെ ഇലകൾ ഉണ്ടാക്കാൻ ഇലകൾ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇന്നലെ വാങ്ങിച്ചത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കൊണ്ട് ഒരു ചെറുതായിട്ടൊരു ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഉലുവ ഇലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ഫൈബർ ഉള്ളതുകൊണ്ട് അതിന് ഡൈജഷൻ നല്ലതാണ്. ഇതിൽ വിറ്റാമിൻ കെ അടങ്ങിയിരിപ്പുണ്ട്. ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിരിപ്പുണ്ട്. അയൺ ഉണ്ട്. ഹീമോഗ്ലോബിൻ കൂടാനായിട്ട് വളരെ നല്ലതാണ് ഈ ഉലുവയില. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഇത് ഉലുവയില നല്ലതാണ്. പിന്നെ ഡയബറ്റീസ് പേഷ്യൻറ്റിന് ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഉലുവയില വളരെ നല്ലതാണ്. പിന്നെ ഉലുവയുടെ ഗുണങ്ങളെല്ലാം തന്നെ ഈ ഇലയിലും അടങ്ങിയിരിപ്പുണ്ട്. ഉലുവ നമ്മൾ ഹെയറിൽ തേക്കുമല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഉലുവയിലയും. ഉലുവയില അകത്തേക്ക് കഴിക്കുന്നതും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഇത് ഈസ്ട്രജൻ ലെവൽ കൂട്ടാനും നല്ലതാണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ പ്രസവിച്ച സ്ത്രീകൾക്ക് പാലുണ്ടാകാൻ വേണ്ടിയിട്ട്, മിൽക്ക് പ്രൊഡക്ഷൻ കൂടാൻ വേണ്ടിയിട്ട് ഇത് ഉലുവയില ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. മഹാരാഷ്ട്രയിലൊക്കെ ഇത് ഉലുവയിലയുടെ ലഡുവാണ് പ്രസവശേഷം പ്രസവിച്ച സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. ഇതിൻ്റെ നമ്മളിത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഇലകൾ നുള്ളിയെടുക്കുക. നമ്മൾ ഇപ്പോൾ സാധാരണ ചീരത്തോരൻ ഉണ്ടാക്കുമ്പോൾ നമ്മളതിൻ്റെ തണ്ടും കൂടെയൊക്കെ എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ അധികം മൂക്കാത്ത തണ്ട് നമ്മൾ എടുക്കാറുണ്ട്. ഇതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇത് ഇങ്ങനെ കിള്ളിയെടുക്കുക. ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക. കുറച്ച് നേരം വെള്ളത്തിലിടുക, ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക. പിന്നെ നമുക്ക് അത് വാരിയെടുത്ത് ചീരത്തോരൻ വയ്ക്കുന്ന പോലെ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇലകളെല്ലാം കിള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരിക. നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ അരിയും കൂടെ ചെയ്യണം, അരിഞ്ഞെടുക്കണം. ചീരയില അരിയുന്ന പോലെ തന്നെ ഇത് അരിഞ്ഞെടുക്കണം. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉലുവയില കഴുകി അരിഞ്ഞ് ഇവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: 3-4 പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, ഒരു ടൊമാറ്റോ. ഈ ടൊമാറ്റോ നമ്മളിടുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു കയ്പ്പ് രസമുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൊമാറ്റോ ഇടുന്നത്. ടൊമാറ്റോ ഇടാതെയും ഉണ്ടാക്കിയാൽ അതിനൊരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഈ ടൊമാറ്റോ നമ്മൾ ഉള്ളിയുടെ കൂടെ വഴറ്റി ചേർത്താൽ നമുക്ക് ആ കയ്പ്പ് രസം ഒട്ടും തന്നെ ഉണ്ടാകത്തില്ല. ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും ജീരകം പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇട്ട് വഴറ്റാം. അപ്പം നമുക്ക് ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിട്ട് പിന്നെ പുറകെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ ഇട്ട് നന്നായിട്ട് വഴറ്റുക. ടൊമാറ്റോ വഴന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. ചുപ്പിട്ട് കൊടുക്കാം. ബാക്കി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ടൊമാറ്റോ വഴന്നു കഴിഞ്ഞ് ഇനി ഞാൻ ഇലകൾ ഇട്ട് കൊടുക്കാം. ഇല നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇല അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇന്ന് മൂടി വേക്കേണ്ടി വരും. ഇത് ഞാൻ ഇലകൾ ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തേക്കാം. ഇതൊന്ന് മൂടി വേവിക്കുമ്പം ഇതിൻ്റെ ആവിയിൽ തന്നെ അതങ്ങ് വെന്തോളും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇലകളൊക്കെ എല്ലാം ഇല വെന്തിട്ടുണ്ട്. അതിൻ്റെ ആവിയിൽ തന്നെ ഇരുന്ന് ഇല വെന്തിട്ടുണ്ട്. ഇപ്പോൾ ടൊമാറ്റോയിൽ കിടന്ന് വെന്തത് കൊണ്ട് അതിൻ്റെ കയ്പും പോയി. ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ളത് ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് എണ്ണയിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് തുറന്ന് വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക്
ലാസ്റ്റ് സ്റ്റെപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ തേങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഉലുവയില തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിടുക. അടുത്ത ഒരു നല്ലൊരു ഡിഷുമായി കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.